ഹലോ കൂട്ടുകാരെ, 2ാം ക്ലാസ് മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റായ രുചിമേളമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ ചിത്രത്തിൽ എന്താ കാണാൻ പറ്റുന്നത്? ഒരു കടയാണല്ലേ. ആ കടയുടെ പേരെന്താ നോക്കൂ, കുഞ്ഞുമോളുടെ തട്ടുകട. അപ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? ഒരാൾ നിൽക്കുന്നുണ്ട്, അവിടെ പാചകമൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. താഴെ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. ഈ പെൺകുട്ടിയാണ് ആര്? നമ്മുടെ കുഞ്ഞുമോൾ. കുഞ്ഞുമോളുടെ അച്ഛനാണ് ഈ തട്ടുകട നടത്തുന്നത്. അപ്പോൾ ആ തട്ടുകടയിൽ കുറേ പലഹാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ സൈഡിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു ലോറി വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം. അപ്പോൾ നോക്കൂ, കുഞ്ഞുമോളുടെ തട്ടുകട. കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട്. അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട. ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങൾ. എല്ലാത്തിനും നല്ല സ്വാദ്. അവരുടെ ഭക്ഷണത്തിൻ്റെ രുചിയറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു. തട്ടുകടയിൽ തിരക്കോട് തിരക്ക്. വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി. അപ്പോൾ നമ്മുടെ തട്ടുകടയിൽ ഒത്തിരി ആളുകളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ തട്ടുകട ആരുടെയാണ്? കുഞ്ഞുമോളുടെ തട്ടുകടയാണ്. തട്ടുകടയിൽ ആരൊക്കെയാണ്? അമ്മയും അച്ഛനും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? തട്ടുകട നടത്തുന്നത്. തട്ടുകടയിൽ എന്തൊക്കെയുണ്ട്? ദോശ, ഇഡലി, പുട്ട്, നെയ്യപ്പം അങ്ങനെ പലതരത്തിലുള്ള പലഹാരങ്ങളുണ്ട് അല്ലേ. എല്ലാത്തിനും നല്ല സ്വാദ്. സ്വാദെന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രുചിയാണല്ലേ. എല്ലാത്തിനും നല്ല രുചിയുണ്ട്. അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു. അതായത് ഒരു വട്ടം ആ കടയിൽ വന്ന് കഴിച്ചിട്ട് നല്ല രുചിയുള്ള ഭക്ഷണമാണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആളുകൾ വീണ്ടും വീണ്ടും അവിടേക്ക് വന്നു. തട്ടുകടയിൽ തിരക്കോട് തിരക്ക്. ഒരുപാട് ആളുകൾ വരുമ്പോൾ എന്താണ്? നല്ല തിരക്കാണ്. ഇപ്പം തന്നെ കാണുന്നില്ല, എല്ലാ കസേരയിലും ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തട്ടുകടയിൽ എന്താണ്? ഭയങ്കര തിരക്കാണ്. അതുപോലെ വരുന്നവർക്കെല്ലാം കുഞ്ഞുമോളുടെ അച്ഛനും അമ്മയും വളരെ സ്നേഹത്തോടു കൂടി ആഹാരം വിളമ്പി നൽകുന്നുമുണ്ട്. അടുത്തത് നോക്കൂ, കണ്ടെത്താം. കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട്? കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയായിരുന്നു? ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ, എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്? എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്? അതും നമ്മൾ വായിച്ചതല്ലേ. എന്താണ് ഉത്തരം? തട്ടുകടയിലെ പലഹാരങ്ങൾക്കെല്ലാം നല്ല സ്വാദാണ്. അതുകൊണ്ടാണ് തട്ടുകടയിൽ ഇത്രയും തിരക്ക്. അടുത്ത ചിത്രം നോക്കൂ, ഇവിടെ കുഞ്ഞുമോളെ എന്ത് ചെയ്യുകയാണ്? അച്ഛൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണല്ലേ. എന്നിട്ട് അച്ഛൻ എന്താണ് അമ്മയോട് പറയുന്നത്? ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു, തീരെ ഉഷാറില്ല, ഒരു ഡോക്ടറെ കാണിക്കണം. അപ്പം എന്താണ്? കുഞ്ഞുമോൾക്ക് ഭയങ്കര ക്ഷീണമാണല്ലേ. എന്താണ് കാര്യം എന്ന് അറിയില്ല. ഒരു ഉഷാറൊന്നും ആർക്കില്ല? നമ്മളുടെ കുഞ്ഞുമോൾക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡോക്ടറെ കാണിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. അവിടെ എന്താ സൈഡിൽ എഴുതിയേക്കുന്നേ? സ്വന്തമായി തട്ടുകടയുണ്ട്, സ്വാദുള്ള ആഹാരവുമുണ്ട്. എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു. അപ്പം എന്താണ്? നല്ല തട്ടുകടയുണ്ട്, ആ തട്ടുകടയിൽ നല്ല തിരക്കാന്ന് പറഞ്ഞല്ലേ. കാരണം അത്രയും സ്വാദുള്ള ഭക്ഷണമാണ്. എന്നിട്ടും ആരൊന്നും കഴിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുമോളൊന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുമോൾക്ക് എന്താണ്? എപ്പോഴും ഉഷാറില്ലാതെ എന്തോ ഒരു അസുഖം ബാധിച്ചതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുമോളെ അച്ഛൻ എവിടേക്ക് കൊണ്ടുപോവുക? ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. നിങ്ങളും ഇതുപോലെ ആഹാരം കഴിക്കാതിരിക്കാറുണ്ടോ? അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്കും എന്ത് സംഭവിക്കും? കുഞ്ഞുമോളെ പോലെ അസുഖം വരും കേട്ടോ. അപ്പം ഇനി ഡോക്ടർ എന്താ പറയുന്നേ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കൂ, ദാണ്ടേ ഡോക്ടറുണ്ട്. ഡോക്ടറിൻ്റെ അടുത്ത് കുഞ്ഞുമോളുണ്ട്. അപ്പോൾ അച്ഛൻ എന്താ ഡോക്ടറോട് പറയുന്നേ? ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല, കടുത്ത ക്ഷീണവുമുണ്ട്. അപ്പോൾ കുഞ്ഞുമോൾ എന്ത് ചെയ്യുന്നില്ല? ആഹാരം ഒന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ എന്തായിരിക്കും കുഞ്ഞുമോളോട് പറയുന്നേ? ഒന്ന് ഊഹിച്ച് പറഞ്ഞു നോക്കിയേ. അപ്പം എന്താ പറയുക? കുഞ്ഞുമോൾ സ്ഥിരമായി ആഹാരവും മരുന്നും കഴിക്കണം. എങ്കിൽ മാത്രമേ അസുഖം കുറഞ്ഞ് ഉഷാറുണ്ടാവുകയുള്ളൂ. എങ്കിലേ കൂട്ടുകാരോടൊത്ത് കളിക്കാൻ പറ്റൂ. ഇങ്ങനെയാവാല്ലേ ഡോക്ടർ കുഞ്ഞുമോളോട് പറഞ്ഞത്. ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു, നന്നായി ആഹാരവും കഴിച്ചു. അവൾ ഉഷാറായി. അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പം ഡോക്ടർ അങ്കിൾ പറഞ്ഞതുപോലെ കുഞ്ഞുമോൾ എന്ത് ചെയ്തു? ദിവസവും മരുന്നും കഴിച്ചു, അതുപോലെ എന്ത് ചെയ്തു? നന്നായിട്ട് ആഹാരവും കഴിച്ചു. അപ്പോൾ നന്നായിട്ട് ആഹാരവും കഴിച്ചപ്പോൾ എന്ത് ചെയ്തു? അവളുടെ അസുഖം എല്ലാം മാറി. അവൾ നല്ല ചുറുചുറുക്കുള്ള ഒരു കുട്ടിയായിട്ട് മാറിയല്ലേ. അപ്പം നമ്മുടെ അസുഖമൊക്കെ മാറണമെങ്കിൽ നമ്മൾ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ? അല്ല, നല്ല രീതിയിൽ നമ്മൾ ആഹാരവും കഴിക്കണം അല്ലേ. നമുക്ക് ആവശ്യത്തിനുള്ള ആഹാരം നമ്മൾ കൃത്യമായ സമയങ്ങളിൽ കഴിക്കുകയും കൂടെ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നന്നായിട്ട് കളിക്കാനും കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടാനും ഒക്കെ പറ്റുള്ളൂ. കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. അപ്പോൾ അസുഖമൊക്കെ മാറിയപ്പോൾ കുഞ്ഞുമോളുടെ മുഖമൊക്കെ നോക്ക് നല്ല ഭംഗിയായില്ലേ. അപ്പോൾ കുഞ്ഞുമോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. അഭിനയിക്കാം. കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ.
താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊപ്പം അഭിനയിക്കാം. എന്തൊക്കെയാണ് അഭിനയിച്ച് നോക്കാൻ പറഞ്ഞേക്കുന്നത്? കുഞ്ഞുമോളുടെ തട്ടുകട. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? തട്ടുകടയിൽ ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയുണ്ട്, കുഞ്ഞുമോളുണ്ട്, പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെ നിങ്ങൾക്ക് അഭിനയിക്കാം അല്ലേ? അടുത്ത എന്താണ്? കുഞ്ഞുമോൾ ആശുപത്രിയിൽ. ഇനി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ അച്ഛനും കുഞ്ഞുമോളും ഡോക്ടറും ഉണ്ട്. അവരുടെ ഭാഗമൊക്കെ നമുക്ക് അഭിനയിക്കാമല്ലോ. പിന്നെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോൾ. അപ്പം നിങ്ങൾ ഈ കഥ വായിച്ചത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓരോരുത്തരും ഓരോ കഥാപാത്രമായിട്ട് അഭിനയിച്ചൊക്കെ നോക്കണം കേട്ടോ. സ്കൂളിൽ നിങ്ങൾ ഏത് കഥാപാത്രമായിട്ടാണ് അഭിനയിച്ചത് എന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യൂ. വായിക്കാം. ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം. നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം. മത്സ്യം, മാംസം, പാൽ, മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ എന്താ ഇവിടെ പറയുന്നേ? നമുക്ക് നന്നായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം? നല്ല പോഷക ഗുണമുള്ള ആഹാരം വേണം നമ്മൾ കഴിക്കാൻ. നമ്മൾ കഴിക്കുന്നതിൽ എന്തൊക്കെ വേണം? ധാന്യങ്ങൾ വേണം, പഴങ്ങൾ വേണം, പച്ചക്കറികൾ വേണം, കിഴങ്ങുകൾ വേണം, പയറുവർഗ്ഗങ്ങൾ വേണം, ഇലക്കറികൾ വേണം. ഇനി അതുകൂടാതെ മറ്റെന്തൊക്കെ കഴിക്കാം? മത്സ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണല്ലേ. മാംസം കഴിക്കാം അല്ലേ? ഇറച്ചി കഴിക്കാം, പാല് കഴിക്കാം, മുട്ട കഴിക്കാം അല്ലേ? പിന്നെന്താ പറഞ്ഞത്? പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. എന്താ കഴിക്കാൻ പാടില്ലാത്തത്? പഴകിയ ആഹാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല. അതുപോലെ എന്ത് കഴിക്കരുത്? കേടുവന്ന ആഹാരം, അതായത് എന്തെങ്കിലും മോശപ്പെട്ട വസ്തുക്കളൊക്കെ വെച്ച് ഉണ്ടാക്കിയ ആഹാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ? നമ്മൾ പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറില്ലേ? പലഹാരങ്ങളോ അതുപോലെ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങളോ ഒക്കെ വാങ്ങിക്കാറില്ലേ? അതിനകത്ത് എന്തോ ഉണ്ട്? സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ വേണ്ടി ചേർക്കാൻ പാടില്ലാത്ത പലതും എന്ത് ചെയ്യുന്നുണ്ട്? ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത ആഹാരങ്ങളൊന്നും നമ്മൾ വാങ്ങി കഴിക്കുന്നത് എന്തല്ല? നമ്മുടെ ശരീരത്തിന് ഒരിക്കലും നല്ലതല്ല എന്നാണ് ആര് പറഞ്ഞു തരുന്നത്? നമ്മുടെ പുസ്തകം നമ്മളോട് പറഞ്ഞു തരുന്നതല്ലേ? നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുകളും പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും ഒക്കെ ഉണ്ടോ? അതുപോലെ മത്സ്യവും മാംസവും പാലും മുട്ടയൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടോ? അതോ നിങ്ങൾ ഈ ബേക്കറികളിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഈ രാസവസ്തുക്കളൊക്കെ ചേർത്ത പാക്കറ്റ് ഫുഡാണോ കഴിക്കുന്നത്? ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതൊക്കെ നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ധാന്യങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത്? അരി, ഗോതമ്പ്, ചോളം, മുതിര, റാഗി. ഇനി പഴങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത്? വാഴപ്പഴം, മാമ്പഴം, മുന്തിരി, പേരയ്ക്ക, ആപ്പിൾ. പച്ചക്കറികളിൽ ഏതൊക്കെയാണ് വരുന്നത്? വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക്, കോവയ്ക്ക. ഇലക്കറികളിൽ ഏതൊക്കെയാണ് വരുന്നത്? മുരിങ്ങയില, ചീരയില, മത്തനില, ചീരച്ചേമ്പ്. കിഴങ്ങുകളിൽ ഏതൊക്കെയാണ് വരുന്നത്? ഉരുളക്കിഴങ്ങ്, ചേമ്പ്, ചേന, കാച്ചിൽ, മധുരക്കിഴങ്ങ്. പയറുവർഗ്ഗങ്ങളിൽ ഏതൊക്കെയാണ് വരിക? ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ്. ഗ്രീൻ പീസിന് പട്ടാണി എന്നും പറയാറുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് നിങ്ങൾക്ക് ഒരു വലിയ ടേബിളാക്കി ഇതിനെ മാറ്റാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കാം. അപ്പം ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി 7 ദിവസങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ ദിവസം ഞായറാഴ്ച ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ധാന്യവർഗ്ഗങ്ങൾ കഴിച്ചു, ഏതൊക്കെ പഴങ്ങൾ കഴിച്ചു, ഏതൊക്കെ പച്ചക്കറി കഴിച്ചു, അങ്ങനെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കഴിച്ചത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത്? അപ്പോൾ നിങ്ങൾ ഈ പട്ടിക ചെയ്താൽ മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. ഏത് വിഭാഗത്തിലുള്ള ആഹാരമാണ് നിങ്ങൾ കൂടുതൽ കഴിച്ചതെന്ന് നോക്കണം. അതുപോലെ ഏറ്റവും കുറച്ച് കഴിച്ചത് ഏതാണെന്നും എന്ത് ചെയ്യണം? നോക്കണം. അടുത്ത നോക്കാം. അരിയുണ്ട. അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു, മിക്സിയിൽ പൊടിച്ചു, തേങ്ങ ചിരകി, ശർക്കര ചുരുണ്ടി, അരിപ്പൊടിയിൽ ചേർത്ത് കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു. പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു. നമ്മൾ എങ്ങനെ അരിയുണ്ട തയ്യാറാക്കുന്നത്? അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം? അരി എന്ത് ചെയ്യണം? കഴുകി ഉണക്കി എന്ത് ചെയ്യണം? ചട്ടിയിലിട്ട് വറുത്തെടുക്കണം അല്ലേ? വറുത്തെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം? മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കണം. അതിനുശേഷം തേങ്ങയും അതുപോലെ ശർക്കരയും ചുരുണ്ടി എടുത്തത് ഈ അരിപ്പൊടിയിൽ ചേർത്ത് എന്ത് ചെയ്യണം? നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കണം അല്ലേ? അപ്പോൾ അരിയുണ്ടകൾ തയ്യാറാകും. നിങ്ങളും ഇതുപോലെ വീട്ടിൽ അരിയുണ്ടകൾ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും കൊണ്ടു കൊടുക്കൂ. എൻ്റെ ഇവിടുത്തെ ചോദ്യം എന്താണ്? അരിയുണ്ടയിലെ ചേരുവകൾ എന്തെല്ലാമാണ് അരിയുണ്ടയിലെ ചേരുവകൾ? അരിപ്പൊടി അല്ലേ? അരി നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി വേണം, തേങ്ങ, ശർക്കര. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? അരിപ്പൊടിയിലെ ചേരുവകൾ എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ, വായിക്കാം, പൂർത്തിയാക്കാം.
കലം കഴുകി വെള്ളമൊഴിച്ചു അടുപ്പിൽ വെച്ചു തീ കത്തിച്ചു വെള്ളം തിളച്ചു അരിയിട്ടു അരി വെന്തു ചോറ് വാർത്തു കുഞ്ഞുമോൾ വന്നു പാത്രമെടുത്തു ചോറ് വിളമ്പി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു കാണും? വരികൾ പൂർത്തിയാക്കി നോക്കാം. എങ്ങനെയാവാം പൂർത്തീകരിക്കേണ്ടത് നോക്കാം. ചെറിയ പാത്രങ്ങൾ എടുത്തു കറി വിളമ്പി വെള്ളമെടുക്കാനായി കുഞ്ഞുമോൾ പോയി. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇവിടെ വരികൾ എഴുതി പൂർത്തിയാക്കാം. ഇനി നോക്കൂ, വാക്യങ്ങൾ ക്രമത്തിലാക്കാം. പാത്രം അടച്ചു വെച്ചു, ഈച്ച വന്ന് ചുറ്റും പറന്നു, കുഞ്ഞുമോൾ കണ്ടു. ഇവ എങ്ങനെയായിരിക്കും ക്രമമാക്കുന്നത്? ആദ്യം എന്തായിരിക്കും സംഭവിക്കുന്നത്? ഭക്ഷണം എടുത്തു വയ്ക്കുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? ഈച്ച വന്ന് ചുറ്റും പറന്നു. പിന്നെന്തായിരിക്കും രണ്ടാമതായിട്ട് വരുന്നത്? അതാര് കാണും? കുഞ്ഞുമോള് കണ്ടു. കാണുമ്പോൾ കുഞ്ഞുമോൾ എന്ത് ചെയ്യും? പാത്രം എന്ത് ചെയ്യും? അടച്ച് വെക്കും. അപ്പോൾ ഈച്ച വന്ന് ചുറ്റും പറന്നു, കുഞ്ഞുമോൾ കണ്ടു, പാത്രം അടച്ചു വെച്ചു. ആ ക്രമത്തിലാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ. കണ്ടെത്താം പറയാം. ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വെച്ചത് എന്തിന്? എന്തിനാണ് കുഞ്ഞുമോൾ പാത്രം അടച്ചു വെച്ചത്? ഈച്ച വന്നതുകൊണ്ട്. ഈച്ച വന്നതുകൊണ്ടല്ലേ കുഞ്ഞുമോൾ ഭക്ഷണം എടുത്ത പാത്രം അടച്ചു വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. രുചിയുടെ പൊടിപൂരം. അമ്മുവിനിഷ്ടം അച്ചപ്പം, അടയും വടയും കുഴലപ്പം, ഇന്ദുവിനിഷ്ടം ഇടിയപ്പം, ഇഡ്ലി ദോശ ചപ്പാത്തി, ഉസ്മാനിഷ്ടം ഊത്തപ്പം, ഉമ്മ ചുടുന്നൊരു പാലപ്പം, മധുവിനിഷ്ടം വട്ടയപ്പം, മധുരം കിനിയും നെയ്യപ്പം, പലഹാരങ്ങൾ പലതുണ്ടേ, പല പല രുചിതൻ പൊടിപൂരം. അപ്പോൾ എന്തൊക്കെയാ പറയുന്നത്? അമ്മുവിന് എന്താണ് ഇഷ്ടം? അമ്മുവിന് അച്ചപ്പം ഇഷ്ടം. അതുപോലെ ഏതാണ്? അടയും വടയും കുഴലപ്പവും ആർക്കിഷ്ടമാണ്? അമ്മുവിന് ഇഷ്ടമാണ്. ഇന്ദുവിന് എന്തൊക്കെയാ ഇഷ്ടം? ഇടിയപ്പം, ഇഡ്ലി, ദോശ, ചപ്പാത്തി. ഉസ്മാൻ എന്തൊക്കെയാ ഇഷ്ടം? ഊത്തപ്പം, പിന്നെന്താണ്? ഉമ്മ ചുടുന്ന പാലപ്പം. മധുവിന് ഏറ്റവും ഇഷ്ടം എന്താണ്? വട്ടയപ്പവും അതുപോലെ തന്നെ നെയ്യപ്പവും. ഇങ്ങനെ പലതരത്തിലുള്ള പലഹാരങ്ങളുണ്ട്. പല പല രുചികളാണല്ലേ ഓരോ പലഹാരത്തിനും, അല്ലേ? നമ്മുടെ അച്ചപ്പത്തിൻ്റെ രുചിയാണോ നെയ്യപ്പത്തിന്? അല്ലല്ലോ. ഓരോ പലഹാരങ്ങൾക്കും ഓരോ രുചിയാണ്, അല്ലേ? ഇനി തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ പറയാം, എഴുതാം. അപ്പോൾ ഏതൊക്കെ പലഹാരങ്ങളാണ് പാട്ടിൽ പറയുന്നത്? ഏതൊക്കെയാണെന്ന് നോക്കാം. അച്ചപ്പം, കുഴലപ്പം, അട, വട, ഇടിയപ്പം, ഇഡ്ലി, ദോശ, ചപ്പാത്തി, ഊത്തപ്പം, പാലപ്പം, വട്ടയപ്പം, നെയ്യപ്പം. ഇത്രയാണല്ലേ പറയുന്ന പലഹാരങ്ങൾ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനിയും ആഹാര സാധനങ്ങളുണ്ടല്ലോ, ധാരാളം ആഹാര സാധനങ്ങളുണ്ടല്ലേ. അപ്പോൾ അവ ഏതാണെന്ന് എഴുതി ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ്? പക്കാവട, ഇലയപ്പം, ഉപ്പുമാവ്, ഉണ്ണിയപ്പം, മോദകം, കേക്ക്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ആഹാര സാധനങ്ങൾ നിങ്ങളും എഴുതി ചേർക്കൂ കേട്ടോ. അങ്ങനെ ഈ ടേബിൾ നിങ്ങൾക്ക് വലിയൊരു ടേബിളാക്കി മാറ്റാം. അടുത്ത നോക്കൂ. ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാം. ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ വേണ്ടി തന്നെ കുറേ കുട്ടികളിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അരിയുന്നുണ്ടല്ലേ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ആവശ്യമായ സാധനങ്ങൾ. ഇവിടെ എന്തൊക്കെയാണ് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് നോക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കൂ. തണ്ണിമത്തൻ, കൈതച്ചക്ക, വാഴപ്പഴം, ഓറഞ്ച്, മുന്തിരി, മാമ്പഴം, പഞ്ചസാര, ഐസ്ക്രീം. ഇതുകൂടാതെ നമ്മൾ ഫ്രൂട്ട് സാലഡിൽ ചിലപ്പോൾ എന്ത് ചേർക്കാറുണ്ട്? തേൻ ചേർക്കാറുണ്ട്, കസ്റ്റാർഡ് പൗഡർ ചേർക്കാറുണ്ട്, ഇതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നോക്കൂ, തയ്യാറാക്കുന്ന വിധം. എങ്ങനെയാണ് ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് മധുരം ചേർക്കുക. നന്നായി ഇളക്കുക. ഫ്രൂട്ട് സാലഡ് റെഡി. അപ്പോൾ എങ്ങനെയാ നോക്കുക? എന്താണ്? പഴങ്ങളൊക്കെ കഴുകിയെടുക്കണം, അല്ലേ? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് വൃത്തിക്ക് കഴുകണം. പിന്നെ എന്ത് ചെയ്യണം? അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു നല്ല പാത്രത്തിലിട്ട് ആവശ്യത്തിനുള്ള മധുരം, അത് പഞ്ചസാരയാവാം, ഐസ്ക്രീം ആവാം, നമ്മൾ എന്താണ് മധുരത്തിന് ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്ത് ഇളക്കിയെടുത്ത ഫ്രൂട്ട് സാലഡ് തയ്യാറായി. ഇനി നോക്കൂ, കടങ്കഥകൾ വായിക്കാം, ഉത്തരം കണ്ടെത്താം. കടങ്കഥകൾ എന്താണ്? കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിലിരിക്കും ഞാൻ, വെള്ളം തൊട്ടാലലിയും ഞാൻ, പറയൂ പറയൂ ഞാൻ ആര്. ആരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കടലിൽ നിന്ന് വരുന്നത് ആരാണ്? ഉപ്പാണല്ലേ. കടലിൽ നിന്നല്ലേ ഉപ്പുണ്ടാക്കുന്നത്? കടൽ വെള്ളത്തിൽ നിന്നാണ് ഉപ്പുണ്ടാക്കുന്നത്. നമ്മൾ അടുക്കളയിൽ ഉപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലേ? ഉപ്പിൽ പക്ഷേ വെള്ളം ഇട്ടാൽ എന്ത് ചെയ്യും? ഉപ്പ് അലിഞ്ഞു പോകും. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഉപ്പ്. അടുത്ത ചോദ്യം നോക്കൂ. ഏത് കറിക്കും രുചിയേകാൻ കൂട്ടു വിളിക്കാറുണ്ടെന്നെ, കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീട് ആർക്കും വേണ്ടെന്നെ. ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? കറിവേപ്പിലയാണല്ലേ. നമ്മൾ എല്ലാ കറികളിലും ആരെ ഇടാറുണ്ട്? കറിവേപ്പില ഇടാറുണ്ട്. കറിവേപ്പിലയുടെ ആ മണവും ആ ഒരു രുചിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കഴിക്കാൻ നേരം ഈ കറിവേപ്പില എന്ത് ചെയ്യും? നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? കറിവേപ്പിലയാണ്. ഇതുപോലെ കൂടുതൽ കടങ്കഥകൾ കണ്ടെത്താൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അകത്തറുത്താൽ പുറത്തറിയും. എന്താണ് ഉത്തരം? ചക്ക. അടുത്ത എന്താണ്? 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. ഉത്തരം എന്താണ്? വാഴക്കുല. നോക്കൂ. അച്ഛൻ പരപര, അമ്മ മിനുമിനു, മകൾ മണിമണി. എന്താ ഉത്തരം? ചക്ക. ഇനി ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കടങ്കഥകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതണം കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന കടങ്കഥകൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാമോ? അടുത്തത് നോക്കൂ. ചിത്രം നോക്കി കഥ എഴുതാം.
ചിത്രത്തിൽ എന്താ ഉള്ളത്? ഒരു കോഴി എന്ത് ചെയ്യുന്നുണ്ട്? ദോശ ചുട്ട് വെച്ചേക്കുന്നു. പൂച്ച വന്ന് എന്ത് ചെയ്യാണ്? അതിൽ നിന്ന് ദോശ എടുത്തുകൊണ്ട് പോവുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ കഥ എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് ഊഹിച്ചു നോക്കാം. അമ്മു കോഴിക്ക് ദോശ തിന്നാൻ ആഗ്രഹം തോന്നി. അവൾ ചിക്കുപൂച്ചയെ സഹായത്തിനായി വിളിച്ചു. പക്ഷേ മടിയനായ ചിക്കുപൂച്ച അമ്മുകോഴിയെ സഹായിച്ചില്ല. അമ്മുകോഴി തന്നെ മാവ് കൊണ്ടുവന്ന് ഉപ്പിട്ടിളക്കി. പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം മാവ് കോരിയൊഴിച്ച് ദോശ ചുട്ടു. ദോശയെല്ലാം ചുട്ടുകഴിഞ്ഞപ്പോൾ അതാ വരുന്നു ചിക്കുപൂച്ച. കോഴിയൊന്ന് മാറിയ അവസരത്തിൽ ചിക്കു വന്ന് ദോശയുമായി കടന്നു കളഞ്ഞു. അമ്മുകോഴി ചിക്കുപൂച്ചയെ വഴക്കു പറഞ്ഞു. ഇതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ കഥ എഴുതൂ കേട്ടോ. ഇനി അടുത്തത് നോക്കാം. വരികൾ കൂട്ടിച്ചേർക്കാം. അപ്പം അപ്പം ഇടിയപ്പം, അച്ഛൻ ചുട്ടു ഇടിയപ്പം, അപ്പം അപ്പം പാലപ്പം, അമ്മ ചുട്ടു പാലപ്പം. ബാക്കി വരികൾ എഴുതി നോക്കാം. അപ്പം അപ്പം നെയ്യപ്പം, ചേട്ടൻ ചുട്ടു നെയ്യപ്പം, അപ്പം അപ്പം കുഴലപ്പം, ഞാൻ ചുട്ടു കുഴലപ്പം. ഇതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള വരികൾ എഴുതി ചേർക്കൂ. ഇനി അടുത്ത നോക്കൂ. ഞാൻ പറയട്ടെ. എന്നെ ആവിയിലാണ് വേവിക്കുന്നത്. അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആരെ പറ്റിയാണ് പറയുന്നത്? ഇഡ്ഡലിയെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ഇഡ്ഡലി എവിടെയാണ്? നമ്മൾ ആവിയിലാണ് അതിനെ വേവിച്ചെടുക്കുന്നത് അല്ലേ. അതുപോലെ അരിമാവ് വെച്ചിട്ടല്ലേ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത ആരാ ഉള്ളത്? ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എന്താ പറയുന്നത്? എന്നെ എണ്ണയിലാണ് ചുടുന്നത്. എനിക്ക് നല്ല മധുരമാണ്. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരിയല്ലേ ഉണ്ണിയപ്പം എടുക്കുന്നത്. അതുപോലെ ഉണ്ണിയപ്പത്തിന് നല്ല മധുരമല്ലേ. അടുത്ത ഇനി ആരാ അവിടെ ഇരിക്കുന്നത്? പുട്ടാണല്ലേ ഇരിക്കുന്നത്. പുട്ട് എന്തായിരിക്കും പറയുന്നത്? എന്നെ ആവിയിലാണ് വേവിക്കുന്നത്. അരിപ്പൊടി കൊണ്ടാണ് എന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും അല്ലേ പുട്ട് പറയുന്നത്. ഇതുപോലെ ഓരോ പലഹാരങ്ങളും അവരെ പറ്റി എന്തായിരിക്കും പറയുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ അവയൊന്ന് എഴുതിയും നോക്കൂ. നമ്മളുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു കൂട്ടുകാരെ.